ക്രിസ്റ്റീൻ്റെ ആ ഒരു മിഷൻ സ്റ്റാർട്ടപ്പിൻ്റെ ട്രെയിനിങ്ങിൽ സിസ്റ്ററിൻ്റെ കൂടെ തന്നെ ഇരുന്ന ഒരു പെൺകുട്ടി, ആ കുട്ടിയാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. അലീന എന്നാണ് പേര്. +2 കഴിഞ്ഞിരിക്കുകയാണ്. മോളെ, അന്ന് സിസ്റ്ററിൻ്റെ കൂടെ മോളും ആ ഒരു മിഷൻ്റെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? മോളുടെ തൊട്ടടുത്തായിരുന്നു സിസ്റ്റർ ഇരുന്നത്. 3 ദിവസവും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ട്രെയിനിങ് ഉണ്ടായിരുന്നു. സിസ്റ്റർ വളരെ നന്നായി പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നുണ്ടായിരുന്നു. തീക്ഷ്ണതയുള്ള, എപ്പോഴും ചിരി മുഖത്ത് കാണുന്നുണ്ടായിരുന്നു. പിന്നെ സിസ്റ്ററിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയും മിഷൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ സിസ്റ്റർ പറഞ്ഞായിരുന്നു. ഇത് കഴിഞ്ഞ് സിസ്റ്ററിന് പിള്ളേർക്ക് വേണ്ടിയും ഓരോ മിഷന് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഈ ആദ്യമായിട്ടാണോ സിസ്റ്ററിനെ കാണുന്നത്? ആ സമയത്ത് ആദ്യമായിട്ടാണ് കാണുന്നത്. അവിടെ ചെല്ലുമ്പോൾ മിഷൻ നിങ്ങൾ ഏറ്റവും മുമ്പിൽ തന്നെ ആയിരുന്നു അല്ലേ? ഏറ്റവും മുമ്പിൽ തന്നെ ഫസ്റ്റ് സീറ്റിൽ ഞാനും സിസ്റ്ററും. എങ്ങനെയൊക്കെയായിരുന്നു സിസ്റ്ററിന്റെ ആശയങ്ങളൊക്കെ മോളുമായി ചോദിച്ചിരുന്നത്, അല്ലെങ്കിൽ മോളുടെ എന്തൊക്കെയാണ് സിസ്റ്റർ സംസാരിച്ചിരുന്നത്? സിസ്റ്റർ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, മിഷന് വേണ്ടി ചെയ്യണം, ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു. പ്രാർത്ഥിക്കണം. ഇപ്പൊ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഞായറാഴ്ചയാണ് കഴിഞ്ഞത് അല്ലേ? തിങ്കളാഴ്ചക്ക് ശേഷം ചൊവ്വാഴ്ചയാണ് ഇങ്ങനൊരു സംഭവം നടന്നിരിക്കുന്നത്. അതിനുശേഷം ഇത് അപ്പോഴാണ് മോള് അറിയുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ ആ കുട്ടി ഇപ്പോൾ ഇവിടെ ഈ ഒരു പ്രൊവിൻഷ്യൽ ഹൗസിലേക്ക് ഒരു 3 ദിവസത്തെ പരിചയമാണ്. പക്ഷേ ഈ അവസാന ദിവസങ്ങളിൽ, സിസ്റ്ററിൻ്റെ ഏറ്റവും അവസാന ദിവസങ്ങളിൽ സിസ്റ്ററിൻ്റെ ഒപ്പം ഇരുന്ന് 3 ദിവസം ഫുൾ ടൈം ഇരുന്ന് ട്രെയിനിങ് കൂടിയ ആ ഒരു കൊച്ച് സിസ്റ്ററിനെ കാണാനായിട്ട് വന്നിരിക്കുന്ന അനുഭവങ്ങളാണ് ഇപ്പോൾ നമ്മളുമായി ഷെയർ ചെയ്തത്. എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ക്രിസ്റ്റീൻ്റെ പ്രോഗ്രാംസിൻ്റെ ഡയറക്ടറായ സന്തോഷ് ടി ബ്രദറും ടീമംഗങ്ങളുമാണ്. ഹേസ്ല സിസ്റ്റർ ഈ ഒരു ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ക്രിസ്റ്റീൻ്റെ ഒപ്പം അവിടെ ഒരു ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു മരിക്കുന്ന തലേ ദിവസം വരെ ഇവരുമായി ചേർന്ന് സംഭാഷണങ്ങളും പ്രോഗ്രാമുകളുടെ കാര്യങ്ങളും എല്ലാം ക്രമീകരിക്കുകയും പദ്ധതി ഇടുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു അനുഭവങ്ങളാണ്, അല്ലെങ്കിൽ സിസ്റ്ററിനെ കുറിച്ചുള്ള ഓർമ്മകളാണ് ഇപ്പോൾ ബ്രദറും ടീമംഗങ്ങളും ഇപ്പോൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. പ്രൈസ് ലോർഡ്. സിസ്റ്റർ നേരത്തെ വ്യക്തിപരമായി കുറച്ച് അറിയാമായിരുന്നു. പക്ഷേ അടുത്ത ദിവസങ്ങളിൽ മിഷൻ സ്റ്റാർട്ടപ്പ് 2033 ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. വ്യാഴാഴ്ച വൈകുന്നേരം തുടങ്ങി കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്കാണ് തീർന്നത്. ആ പ്രോഗ്രാമിൽ ഏറ്റവും ആക്റ്റീവായിട്ട് പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാവരുമായിട്ട് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുകയും അതിനുശേഷം സിസ്റ്റർ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു. അവസാനം സാക്ഷ്യം പറഞ്ഞപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആരാധിച്ച് കുറേ സമയം ആരാധിക്കുക എന്നുള്ളത്. അതൊരു സഫലീകരിച്ചു. ദൈവത്തെ സ്തുതിച്ച് നമ്മുടെ ഒരു 6 മണിക്കൂറോളം വർഷിപ്പൊക്കെ ഉണ്ടായിരുന്നു പ്രോഗ്രാമിൽ. അപ്പോൾ സിസ്റ്റർ പറയും എൻ്റെ ഏറ്റവും ഒരു കൊതിയായിരുന്നു, അത് സാക്ഷാത്കരിച്ചു. അതിനുശേഷം നമ്മൾ സിസ്റ്ററുടെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചു. വളരെയേറെ സ്വപ്നങ്ങളും ഒരുക്കി തയ്യാറാക്കി അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം വീണ്ടും പോകുന്ന നേരത്ത് ഒരുമിച്ച് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിനു ശേഷമാണ് സിസ്റ്റർ പോയത്. പക്ഷെ ഇത്ര പെട്ടെന്ന് ഈശോയുടെ സന്നിധിയിലേക്ക് പോകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്കിലും ഇന്ന് ഞാൻ പ്രോഗ്രാമിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സിസ്റ്ററിൻ്റെ ആ മുമ്പിൽ സിസ്റ്ററിന് വേണ്ടി നടത്തിയൊരു പ്രോഗ്രാം ആയിരുന്ന പോലെയാണ്. ചെറിയ ഗ്രൂപ്പായിരുന്നെങ്കിലും എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിട്ട് പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും രാവിലെ 5 മണിക്കത്തെ കുരിശിൻ്റെ വഴി എന്ന് വേണ്ട എല്ലാ സ്ഥലത്തും സിസ്റ്റർ മുൻപന്തിയിലുണ്ടായിരുന്നു. സിസ്റ്റർ സ്വർഗത്തിൽ തീർച്ചയായിട്ടും ക്രിസ്ത്യന് വേണ്ടിയും ലോകം മുഴുവനുള്ള 2033 ശുശ്രൂഷകൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ ദൈവം കൊണ്ടതായിട്ട് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തന്നെ ഡിസ്കഷന് വേണ്ടിയിട്ട് തിങ്കളാഴ്ച വൈകുന്നേരം ഇവിടെ ഒരു 1.5 മണിക്കൂറോളം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഒത്തിരി വലിയ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. ഇനി ഈശോയ്ക്ക് വേണ്ടി എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന്. പിറ്റേ ദിവസത്തെ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ ഒത്തിരി വാചാലയായി. അപ്പോൾ സിസ്റ്റർ ശരിക്കും ആ മിഷനിലായിരുന്നു, ട്രാൻസ്ഫോം ചെയ്ത് മിഷനിലേക്ക് കൺവേർട്ടായി ആ മിഷനിലേക്ക് പോകുന്നു. അതിനിടയ്ക്ക് തന്നെ അൺകോൺഷ്യസ് ആകുന്നു. അപ്പോൾ വേറൊരു രീതിയിലേക്ക് ആ മിഷൻ്റെ സിസ്റ്ററിൻ്റെ ആഗ്രഹമാണ് നടത്തിയിരിക്കുന്നത്. മിഷൻ കണ്ടിന്യൂ. അത്രയും പറയാനോട് വാക്കുകൾക്ക് പ്രസക്തിയില്ല. തീർച്ചയായിട്ടും ഇപ്പോൾ ഇവർ പറഞ്ഞതുപോലെ തന്നെ ചൊവ്വാഴ്ച രാവിലെയാണ് സിസ്റ്റർക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നത്. തിങ്കളാഴ്ച ആയിരുന്നു വൈകുന്നേരം സിസ്റ്റർ ബ്രദറുമായിട്ട് മിഷനെക്കുറിച്ചും അതിൻ്റെ ഭാവി പദ്ധതി പ്രോഗ്രാമുകളെക്കുറിച്ചും എല്ലാം ചർച്ച ചെയ്തിട്ടാണ് പിറ്റേ ദിവസമാണ് സിസ്റ്റർ ഒരു നിത്യതയിലേക്ക് കിടക്കുന്നത്. അപ്പം അതോടൊപ്പം തന്നെ അതിന് തൊട്ട് മുമ്പത്തെ ആഴ്ച ക്രിസ്റ്റീനിൽ ആയിരുന്നു 2033 ആ ഒരു മിഷൻ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടാണ് സിസ്റ്ററെ വലിയൊരു ആഗ്രഹം, ബ്രദർ പറഞ്ഞതുപോലെ വലിയൊരു ആഗ്രഹം സാക്ഷാത്കരിച്ചുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് സിസ്റ്റർ കടന്നു പോയിരിക്കുന്നത്.